ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറച്ചായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആഗ്ര, ഡൽഹി, മണാലി ഇത് മൂന്നാണ് കവർ ചെയ്തത്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ വീഡിയോസ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പാക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും വരാൻ. പിന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് യൂട്യൂബിലേക്കും കൂടെ വേണ്ടി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മളെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മംഗള ലക്ഷദ്വീപായിരുന്നു നമ്മളെ ട്രെയിന്. ഫുള്ള് ബോറടി ആയിരിക്കും എന്ന് വിചാരിച്ച് മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ട്രെയിനിലേക്ക് കയറി. ഈ കാണുന്ന നമ്മളെ ട്രെയിനിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഫുൾ ബോറടി ആയിരിക്കും എന്ന് വിചാരിച്ച് പോയാൽ ഞങ്ങൾക്ക് ഫോണ് നോക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. അമ്മാതിരി വൈബ് ടീംസ് ആയിരുന്നു മൊത്തം. അടിച്ചു പൊളിച്ചു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ട്രെയിനിൽ. ഞാൻ പറയാൻ മറന്നു, ഇത് ശ്രീജിത്തേട്ടനും വൈഫും 2 മക്കളുമാണ് നമ്മൾ കട്ട കമ്പനിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ശ്രീജിത്തേട്ടൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പഞ്ചാബിലേക്ക് അവർ ലീവ് കഴിഞ്ഞ് പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. 18-ാം തീയതിയായിരുന്നു നമ്മൾ ട്രെയിനിൽ കയറിയത്. അപ്പോൾ 2 ദിവസം ഫുൾ ട്രെയിനിലായിരുന്നു. അങ്ങനെ 20-ാം തീയതി രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ആഗ്ര എത്തി. ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി. ആദ്യം പോയത് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് സൈക്കിൾ റിക്ഷ. അവിടെ താജ്മഹൽ കാണാൻ പോകണമെങ്കിൽ താജ്മഹലിൻ്റെ അടുത്തേക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സൈക്കിൾ റിക്ഷയിലോ വേണം പോകാൻ. അവിടെ വലിയ വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. ഇത് താജ്മഹലിൻ്റെ എൻട്രൻസ് ആണ്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ടിക്കറ്റ് നമ്മൾ ആദ്യം തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൺലൈൻ ടിക്കറ്റ് അവിടെ കാണിച്ചാൽ മതി. ഇതുവഴി നടന്ന് വരുമ്പോൾ ആ കവാടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പെട്ടെന്നാണ് താജ്മഹൽ നമ്മളെ കണ്ണിന് മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കണ്ടപ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭംഗിയാണ് കാണാൻ. ആദ്യകാലത്തെ മുഗൾ കെട്ടിടങ്ങളെല്ലാം തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഷാജഹാൻ താജ്മഹൽ പണിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് വെണ്ണക്കല്ലും പിന്നെ വിലപിടിപ്പുള്ള മറ്റ് ചില കല്ലുകളും ഉപയോഗിച്ചിട്ടാണ്. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും ഭംഗിയുള്ള ഈ താജ്മഹൽ പണിതെടുക്കാനെടുത്ത സമയം 22 വർഷം ആണെന്നാണ് പറയപ്പെടുന്നത്. താജ്മഹൽ കഴിഞ്ഞ ഉടനെ പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ആഗ്ര കോട്ടയിലേക്കായിരുന്നു. താജ്മഹലിൽ നിന്ന് ആഗ്ര കോട്ടയിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്റർ മാത്രമാണ്. അവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഈ സൈക്കിൾ റിക്ഷ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസ് കുറവായിരിക്കും. അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ആഗ്ര കോട്ടയാണ് ചെങ്കോട്ട എന്നും അറിയപ്പെടുന്നത്. മുഗൾ ഭരണത്തിന് കീഴിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയാണ് ഈ ആഗ്ര കോട്ട. ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാരൊക്കെ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത് എന്നാണ് പറയുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ആഗ്ര കോട്ടയിലായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് ആഗ്ര കോട്ടയിൽ നിന്നും ഉള്ള താജ്മഹലിൻ്റെ വ്യൂ ആണ്. ആഗ്ര കോട്ട കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം പുലർച്ചെ 3:30 മണിക്കായിരുന്നു ഡൽഹിയിലേക്കുള്ള ട്രെയിൻ. നല്ല തണുപ്പായിരുന്നു. ഡൽഹിയിലാണ് തണുപ്പ് എന്നൊക്കെ കേട്ടെ. പക്ഷേ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തത് 4 മണിക്കൂറാണ്. ഇത്രയും ലാഗായിട്ടായിരുന്നു ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. ഭയങ്കര തണുപ്പും ഭയങ്കര കോടയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി. ഡൽഹിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.